എന്തുകൊണ്ടാണ് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് മാറുന്നത്? ഈ ആ ഒരു വാക്ക് തന്നെ ഒരു മിത്താന്ന് എനിക്ക് സംശയമുണ്ട്. ഡെന്റൽ ചികിത്സ കോസ്റ്റ്ലി ആണെന്നുള്ള വാക്ക് തന്നെ ഒരു മിത്താണ്. ഇത് ആക്ച്വലി ഒരു കോയിന്റെ 2 വശം പോലെയാണ്. സേവനവും ചിലവർക്ക് ഒരു ഉപജീവനമാർഗ്ഗവും ഇൻവെസ്റ്റ്മെന്റുമാണ്. ഉപജീവന മാർഗ്ഗമായി ചെയ്യുന്ന ആൾക്കാർക്ക് ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്യാൻ അതിന്റേതായ ചെലവുകൾ കണ്ടമാനം ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസേഷൻ വേണം, എക്സ്റേ മെഷീൻസ് വേണം, ഇതെല്ലാം ലൈസൻസ് വേണം. ഇതെല്ലാം ചെയ്തിട്ട് ഈ രോഗികൾക്ക് ഇൻഷുറൻസിന്റെ അവൈലബിൾ ആയ സാധനങ്ങൾ വളരെ കുറവ്. ഇൻഷുറൻസ് വളരെ കുറവാണ് ഈ തരുന്നതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത് എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തേടിയിട്ട് ട്രീറ്റ്മെന്റുകൾ നേടാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മറ്റേ മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ ആൾക്കാർ ഇവിടേക്ക് പോയി ഡെറ്റർ ടൂറിസം എന്ന പേരിട്ട്. അതിന്റെ കാരണം സെയിം ചികിത്സകൾ തന്നെ ഇവിടെ വളരെ വളരെ ചുരുങ്ങിയ ചെലവിലാണ് ലഭിച്ചത്. അപ്പോൾ തന്നെ ആ ചോദ്യം വരെ മിത്താണെന്ന് നമുക്ക് തീരുമാനം മനസ്സിലാവും. ഡെന്റൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ്ലി അല്ലേ? സാധാരണക്കാരന് താങ്ങുന്നതാണോ? ഡെന്റൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും ചെലവേറിയതായിട്ട് ജനങ്ങൾക്ക് തോന്നുവാൻ കാരണം അവര് പ്രാഥമികമായിട്ട് വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടുതൽ ഒരിക്കൽ ഒരു ദന്ത ഡോക്ടറെ കാണാതിരിക്കുന്നതുകൊണ്ടാണ്. പല രോഗങ്ങളും പ്രാരംഭ ദിശയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ അടയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പല്ലിന് ഒരു ചെറിയ കേടുണ്ടെങ്കിൽ അത് അടച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് അവിടെ നിൽക്കും ഒരു കുഴപ്പമില്ലാതെ. പലപ്പോഴും പേഷ്യൻസ് ദന്ത ഡോക്ടറെ കാണാൻ വരുന്നത് അത് പല്ലുവേദന ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അന്നേരം അത് നെർവിനെ എല്ലാം ബാധിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റൂട്ട് കനാല്, ക്യാപ്പ് അങ്ങനെ പല കാര്യങ്ങളിലോട്ട് പോകുന്നു. ഇതിനെല്ലാം കാരണം അവര് മെഡിക്കലിലൊക്കെ കാണുന്ന പോലെ വർഷത്തിലൊരിക്കൽ ചെക്കപ്പ് എങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് അത് ചെലവേറിയതായിട്ട് മാറുന്നത്.